എക്സൽ ഇന്നോവേഷന്റെ ഫ്രീ ലേണിംഗ് ഹബിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം ഓഫ് സപ്ലൈ. അതിൽ ഗുഡ്സിന്റെ കേസാണ്. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. Time of supply. It means the date on which the charging event has occurred. As a result, the rate of CGST, SGST or IGST or UTGST will be decided in accordance with the time of supply. Based on the time of supply, we will also determine the due date of payment of GST. അതായത് ഏത് ഡേറ്റിലാണ് നമ്മൾ ചാർജബിൾ ആയിട്ടുള്ള ഈവന്റ് ഒക്കർ ചെയ്യുന്നത്, അതാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈയിൽ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ജി എസ് ടിയിലെ ഡ്യൂ ഡേറ്റും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടൈം ഓഫ് സപ്ലൈയിൽ കൂടെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ടൈം ഓഫ് സപ്ലൈ ഫിക്സസ് ദ പോയിന്റ് ഇൻ ടൈം വെൻ ദ ലയബിലിറ്റി ടു പേ ടാക്സ് അറൈസസ്. ഏത് ടൈമിലാണ് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത്, ആ പോയിന്റ് ഏത് ടൈം പോയിന്റിലാണ് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത്, അതാണ് ടൈം ഓഫ് സപ്ലൈയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾക്ക് സപ്ലൈയിൽ ഒരു കുറച്ച് എലമെന്റ്സ് ഉണ്ട്. സപ്ലൈ ഇൻവോൾവ്സ് വാരിയസ് എലമെന്റ്സ്. ഇൻ കേസ് ഓഫ് ഗുഡ്സ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഗുഡ്സിന്റെ കേസ് ആയതുകൊണ്ട് തന്നെ ഗുഡ്സിന്റെ കേസിൽ ഒരു 6 എലമെന്റ്സ് പറയുന്നുണ്ട്. പ്ലേസിംഗ് ഓർഡർ. ആദ്യം തന്നെ ഗുഡ്സ് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സപ്ലൈ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, ഗുഡ്സിന് ഓർഡർ പ്ലേസ് ചെയ്യും. പ്ലേസിംഗ് ഓർഡർ. പിന്നെ അഡ്വാൻസ് പേയ്മെന്റ്. നമ്മൾ ആദ്യം എന്തെങ്കിലും ഒരു പേയ്മെന്റ് കൊടുക്കും, അതിനാണ് അഡ്വാൻസ് പേയ്മെന്റ് പറയുന്നത്. പിന്നെ അതിന് ഇൻവോയ്സ് കിട്ടും. പിന്നെ ഗുഡ്സ് റിസീപ്റ്റ് ചെയ്യും. പിന്നെ പേയ്മെന്റ് കൊടുക്കും. ആ പേയ്മെന്റ് കൊടുത്ത് ഗുഡ്സ് നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്ക് എൻട്രി ഇൻ ബുക്സ്. അപ്പോൾ നമ്മൾ ആ ഗുഡ്സ് കിട്ടി എന്ന് പറഞ്ഞിട്ട് ബുക്കിൽ എൻട്രി ചെയ്യും. ഇനി ഈ 6 എലമെന്റ്സിൽ ഏത് കേസിലാണ്, എവിടെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്, അതായത് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴാണോ, അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കുമ്പോഴാണോ, അതോ ഇൻവോയ്സ് കിട്ടുമ്പോഴാണോ, ഗുഡ്സ് റിസീപ്റ്റ് ചെയ്യുന്ന സമയത്താണോ, പേയ്മെന്റ് കൊടുക്കുന്ന സമയത്താണോ, ഇതിൽ ഏത് ടൈമിലാണ് നമ്മൾ സപ്ലൈ ടാക്സ് പേ ചെയ്യേണ്ടത്, സപ്ലൈയില് ടാക്സബിൾ ഇവന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്, അതിനെയാണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴാണോ GST കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സപ്ലൈ ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്, അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോഴാണോ, ഇതിൽ ഏത് ടൈമിലാണ് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത്, അതിനെയാണ് ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ടൈം ഓഫ് സപ്ലൈ ഡിസൈഡ് അറ്റ് വിച്ച് പോയിന്റ് ഡസ് വൺ ഹാസ് ടു പേ GST ആൻഡ് വാട്ട് റേറ്റ്. ഇനി ഏത് ടൈമിൽ എത്ര റേറ്റിൽ, അതായത് ഇപ്പൊ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് 5% ഒരു ഗുഡ്സിന്റെ GST റേറ്റ് എങ്കിൽ ചിലപ്പോൾ ഇൻവോയ്സ് കിട്ടുമ്പോഴേക്കും ചിലപ്പോൾ അത് മാറിയിട്ട് എത്രയുണ്ടാവും, 12% ആയി ഉണ്ടാവും. അപ്പോൾ 5% ആണ് കൊടുക്കേണ്ടത്, അത് 12% ആണ്. അതായത് ഏത് ടൈമിലാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചാലാണ് നമുക്ക് റേറ്റും കൂടി തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ടൈം ഓഫ് സപ്ലൈ ഡിസൈഡ് അറ്റ് വിച്ച് പോയിന്റ് ഡസ് വൺ ഹാസ് ടു പേ GST ആൻഡ് അറ്റ് വാട്ട് റേറ്റ്. ഏത് പോയിന്റിലാണ്, ഏത് റേറ്റിലാണ് GST കൊടുക്കേണ്ടതെന്നാണ് ടൈം ഓഫ് സപ്ലൈ ഡിസൈഡ് ചെയ്യുന്നത്. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിന് 4 കേസസ് ആണ് പറയുന്നത്. 4 കേസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ടൈം ഓഫ് സപ്ലൈ അണ്ടർ ഫോർവേഡ് ചാർജ്, ടൈം ഓഫ് സപ്ലൈ അണ്ടർ റിവേഴ്സ് ചാർജ്, ടൈം ഓഫ് സപ്ലൈ ഓഫ് വൗച്ചർ എക്സ്ചേഞ്ചബിൾ ഫോർ ഗുഡ്സ്, വൗച്ചറിന്റെ കേസാണ്. ടൈം ഓഫ് സപ്ലൈ ഇൻ റെസിജ്വൽ കേസസ്. ഇങ്ങനെ 4 കേസിലാണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് പറയുന്നത്. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിൽ 4 കേസസ് ആണുള്ളത്. ഫോർവേഡ് ചാർജ്, റിവേഴ്സ് ചാർജ്, വൗച്ചറിന്റെ കേസ്, റെസിജ്വൽ കേസ്. അതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഫോർവേഡ് കേസാണ്. ടൈം ഓഫ് സപ്ലൈ അണ്ടർ ഫോർവേഡ് ചാർജ്. Date of issue in tax invoice or due date of tax invoice under section 31. ഒന്നല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇൻ ടാക്സ് ഇൻവോയ്സ്, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ഓഫ് ടാക്സ് ഇൻവോയ്സ് അണ്ടർ സെക്ഷൻ 31. വിച്ചെവർ ഈസ് ഏർലിയർ. ഇതിൽ ഏതാണോ നടന്നത്, ആദ്യമായിട്ട് നടന്നിട്ടുള്ളത്, അതാണ് നമ്മൾ സപ്ലൈ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് പറയുന്നത്. ഫോർവേഡ് ചാർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്ലയർ ആണ് എങ്കിൽ അതിനെയാണ് നമ്മൾ ഫോർവേഡ് ചാർജ് എന്ന് പറയുക. റിവേഴ്സ് ചാർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിപ്റ്റന്റ് ആണ് GST പേ ചെയ്യുന്നെങ്കിൽ, ടാക്സ് പേ ചെയ്യുന്നെങ്കിൽ അതിന് നമ്മൾ റിവേഴ്സ് ചാർജ് എന്ന് പറയും. നമ്മളിവിടെ ആദ്യം പറയാൻ പോകുന്നത് ടൈം ഓഫ് സപ്ലൈ അണ്ടർ ഫോർവേഡ് ചാർജ് ആണ്.
ഫോർവേഡ് ചാർജിൽ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന് ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് ടാക്സ് ഇൻവോയ്സ്, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ഓഫ് ടാക്സ് ഇൻവോയ്സ് അണ്ടർ സെക്ഷൻ 31. ഡ്യൂ ഡേറ്റ്, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ഡ്യൂ ഡേറ്റുകൾ സെക്ഷൻ 31 പ്രകാരം പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണോ ആദ്യം നടന്നിട്ടുള്ളത് ആ ഇവന്റിലാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് പറയാ. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ഡ്യൂ ഡേറ്റ് ഓഫ് ടാക്സ് ഇൻവോയ്സ് അണ്ടർ സെക്ഷൻ 31. അണ്ടർ സെക്ഷൻ 31 പ്രകാരം ഡ്യൂ ഡേറ്റ് ഓഫ് ടാക്സ് ഇൻവോയ്സ് ആണ് പറയാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് കേസ് ആണ് ആസ് പെർ സെക്ഷൻ 31 ദ ഇൻവോയ്സ് നീഡ് ടു ബി ഇഷ്യൂഡ് ഐദർ ബിഫോർ ഓർ അറ്റ് ദി ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ്. അതായത് വേർ സപ്ലൈ ഇൻവോയ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, സപ്ലൈയില് ഗുഡ്സിന്റെ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഇൻവോയ്സ് എപ്പോ ഡ്യൂ ആവണമെന്ന് പറയുന്നത് ആസ് പെർ സെക്ഷൻ 31 ദ ഇൻവോയ്സ് നീഡ് ടു ബി ഇഷ്യൂഡ് ഐദർ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ്. ഗുഡ്സ് റിമൂവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനു മുന്നേയോ എന്ത് ചെയ്യണം, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്ങനെയാണെങ്കിൽ വേർ സപ്ലൈ ഇൻവോയ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ ഇൻവോയ്സ് ഒന്നല്ലെങ്കിൽ ഐദർ ദി ഡേറ്റ് ഓഫ് ഐദർ ബിഫോറോ ഒന്നല്ലെങ്കിൽ മുൻപോ അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ്, ഗുഡ്സ് റിമൂവ് ചെയ്യുന്ന ആ ടൈമിലോ അല്ലെങ്കിൽ അതിന് മുന്നേയോ ഇൻവോയ്സ് എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്തിരിക്കണം. ഇത് മൂവ്മെന്റ്, സപ്ലൈ ഇൻവോയ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, ഗുഡ്സിന്റെ മൂവ്മെന്റ് ഉണ്ടെങ്കിലത്തെ കേസാണ് പറയുന്നത്. ഇനി ഡെലിവറി ഓഫ് ഗുഡ്സ് ഓർ മേക്കിംഗ് ഗുഡ്സ് അവൈലബിൾ ടു റെസിപ്പിയന്റ് ഇൻ എനി അതർ കേസസ്. നമ്മൾ സാധാരണ കടയിലൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതാണ് എനി അതർ കേസസ്. മറ്റുള്ള മൂവ്മെന്റ് ഇല്ലാത്ത ഏത് കേസിലായാലും ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റെസിപ്പിയന്റ് ഗുഡ്സ് എപ്പോഴാണോ അവൈലബിൾ ആവുന്നത് അപ്പോഴെങ്കിലും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. അപ്പൊ ആദ്യത്തെ കേസ് പറഞ്ഞത് സപ്ലൈക്ക് സപ്ലൈ ഇൻവോയ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, ഗുഡ്സിന്റെ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഐദർ ദ ഡേറ്റ്, ഒന്നല്ലെങ്കിൽ ആ ഡേറ്റിലോ അല്ലെങ്കിൽ ബിഫോർ ദ ഡേറ്റ് ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ്, ഗുഡ്സ് റിമൂവ് ചെയ്യുന്ന ആ സമയത്തോ അല്ലെങ്കിൽ അതിന് മുൻപോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. രണ്ടാമത്തെ കേസ് എനി അതർ കേസ്, ഇതല്ലാതെ മറ്റുള്ള എന്ത് കേസിലാണെങ്കിലും ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റെസിപ്പിയന്റ് ഗുഡ്സ് അവൈലബിൾ ആവുന്ന സമയത്തോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. അതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ്, in case of continuous supply of goods, the invoice should be issued before or at the time of issuance of periodical payment. Section 31(4). ഇനി ഇതൊരു കണ്ടിന്യൂസ് സപ്ലൈയുടെ കേസിലാണെങ്കിൽ ഇൻവോയ്സ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നതാണ് രണ്ടാമത്തെ കേസ് പറയുന്നത്. കണ്ടിന്യൂസ് സപ്ലൈ ആണെങ്കിൽ, കണ്ടിന്യൂസ് എഞ്ചിന് റെഗുലർ ആയിട്ട് ഒരു ഡീലറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഗുഡ്സ് വാങ്ങുകയാണെങ്കിൽ അത് നമ്മൾ എന്തായിട്ട് കണക്കാക്കും, കണ്ടിന്യൂസ് സപ്ലൈ ആയിട്ട് കണക്കാക്കും. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പേപ്പർ, പാല്, ഇതൊക്കെ വരുന്ന കണ്ടിന്യൂസ്, അതായത് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്നതാണ്. അതിന്റെ പേയ്മെന്റ് എപ്പോഴും എങ്ങനെയായിരിക്കും, പീരിയോഡിക്കലായിരിക്കും, മന്ത്ലി ആയിരിക്കും കൊടുക്കുക നമ്മൾ. അങ്ങനെയുള്ള കേസുകൾ പാലും അതുപോലെ തന്നെ പേപ്പറൊക്കെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഇങ്ങനെ വലിയ വലിയ ഡീലേഴ്സ് ഒക്കെ ആകുമ്പോൾ അവർക്ക് ഡീലർമാരുണ്ടായിരിക്കും, അവരുടെ നിന്ന് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, ഗുഡ്സ് സപ്ലൈ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ആവുമ്പോൾ കണ്ടിന്യൂസ് സപ്ലൈ ആവുമ്പോൾ എങ്ങനെയാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്? ഇൻവോയ്സ് ഇഷ്യൂഡ് ഷുഡ് ബി ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂവൻസ് ഓഫ് പീരിയോഡിക്കൽ പേയ്മെന്റ്. പീരിയോഡിക്കൽ പേയ്മെന്റ് എന്നാണ്, ഇപ്പൊ മന്ത്ലി നമ്മൾ ആദ്യമായിരിക്കും, അതായത് 10-ാം തീയതിക്കുള്ളിലായിരിക്കും നമ്മൾ മിക്കതും പേയ്മെന്റ് നടത്തുക. അപ്പോ എപ്പോഴാണോ ആ മന്ത്ലി പേയ്മെന്റ് കൊടുക്കുന്നത് ആ അന്നോ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഇതാണ് രണ്ടാമത്തെ കേസ്. ഇനി മൂന്നാമത്തെ കേസ്, ഇൻ കേസ് ഓഫ് ഗുഡ്സ് സെൻഡ് ഓർ ടേക്കൺ ഓൺ അപ്രൂവൽ ഫോർ സെയിൽ ഓർ റിട്ടേൺ. ഗുഡ്സ് സെൻഡ് ഓർ ടേക്കൺ ഓൺ അപ്രൂവൽ, അതായത് നമ്മളൊരു ഗുഡ്സ് സെൻഡ് ചെയ്യും, ആ ഗുഡ്സ് സെൻഡ് ചെയ്തിട്ട് നമുക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ അതെന്തായിരിക്കും, നമ്മൾ അപ്രൂവ് ചെയ്യും. അപ്രൂവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായി, സെയിൽ ആവും. ഇനി അവർക്ക് എന്തെങ്കിലും ക്വാളിറ്റിയുടെ റേറ്റിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, തിരിച്ചയക്കും, റിട്ടേൺ അയക്കും. ഇനി അങ്ങനത്തെ കേസിൽ ഇൻവോയ്സ് ഷുഡ് ബി ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ. ഇൻവോയ്സ് എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യേണ്ടത്? ഇൻവോയ്സ് ഷുഡ് ബി ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ. സപ്ലൈ നടക്കുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽ ആവുന്ന സമയത്ത്, അതല്ലെങ്കിൽ അതിനു മുന്നേ, ഓർ 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് റിമൂവൽ, അല്ലെങ്കിൽ ആ ഗുഡ്സ് റിമൂവ് ചെയ്തിട്ട് 6 മാസത്തിന്റെ ഉള്ളിൽ, വിച്ച് എവർ ഈസ് ഏർലിയർ, അതിൽ ഏതാണോ ആദ്യം നടക്കുന്നത് അതാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡേറ്റ് ആയിട്ട് പറയുന്നത്. ഇൻ കേസ് ഓഫ് ഗുഡ്സ് സെൻഡ് ഓർ ടേക്കൺ ഓൺ അപ്രൂവൽ, ഗുഡ്സ് ഒന്നേ സെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അപ്രൂവലിനെ ടേക്കൺ ചെയ്യുക, അതായത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ എന്തായി, സെയിലായി അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യും. ഇനി സെയിൽ ആയിട്ട് നടക്കുമ്പോഴാണ് സപ്ലൈ നടക്കുക, ഒന്നല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ, ആ സപ്ലൈ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ടോ, അല്ലെങ്കിൽ 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് റിമൂവൽ, ഗുഡ്സ് റിമൂവ് ചെയ്തത് എപ്പോഴാണോ അവിടെ നിന്ന് 6 മാസത്തിന്റെ ഉള്ളിൽ, 6 മാസത്തിന്റെ ഉള്ളിലെങ്കിലും എന്ത് ചെയ്തിരിക്കണം,
നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. വിച്ച് എവർ ഈസ് ഏർലിയർ. ഇതിൽ ഏതാണോ ആദ്യം നടക്കുന്നത് ആ സമയത്തെങ്കിലും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഇതാണ് സെക്ഷൻ 31(7). അപ്പോൾ നമ്മുടെ ടൈം ഓഫ് സപ്ലൈ ആൻഡ് ഫോർവേഡ് ചാർജസ് നമ്മൾ രണ്ട് കേസ് പറഞ്ഞു. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇൻ ടാക്സ് ഇൻവോയ്സ് എന്നല്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റോ അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റിന്റെ കേസ് നമ്മൾ മൂന്ന് കേസുകൾ നോക്കി. ഫസ്റ്റത്തെ കേസ് പറഞ്ഞത് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ ആ ഗുഡ്സ് മൂവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന്റെ മുന്നേ ആയിട്ടോ എന്ത് ചെയ്തിരിക്കണം, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ പറഞ്ഞത് നമ്മൾ അതല്ലാത്ത എന്ത് കേസിലാണെങ്കിലും റെസിപ്പിയന്റ് കയ്യിൽ എപ്പോഴാണോ ഗുഡ്സ് എത്തുന്നത് ആ സമയത്തെങ്കിലും എന്ത് ചെയ്തിരിക്കണം, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ്. രണ്ടാമത്തെ കേസ് പറഞ്ഞത് കണ്ടിന്യൂസ് സപ്ലൈ ആണ്. കണ്ടിന്യൂസ് സപ്ലൈ ആകുമ്പോൾ പീരിയോഡിക്കൽ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ട് ഇഷ്യൂ ചെയ്തിരിക്കണം. മൂന്നാമത്തെ കേസ് പറഞ്ഞത് നമ്മൾ ഗുഡ്സ് എൻഡ് ഓൺ അപ്രൂവൽ ആണ്. അപ്രൂവൽ ആയി കഴിഞ്ഞാൽ എന്തായി, സെയിലായി. സെയിലായി കഴിഞ്ഞാൽ അവിടെ സപ്ലൈ ഉണ്ടായി. സപ്ലൈ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഗുഡ്സ് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് 6 മാസത്തിനുള്ളിലെങ്കിലും എന്ത് ചെയ്തിരിക്കണം, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. അപ്പോൾ ഇതിൽ ഏതാണോ ആദ്യം, അതായത് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ആണോ അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ്, അണ്ടർ സെക്ഷൻ 31 പ്രകാരം പറഞ്ഞിട്ടുള്ള ഡ്യൂ ഡേറ്റ് ഓഫ് ടാക്സ് ഇൻവോയ്സ്, ഇതിൽ ഏതാണോ ആദ്യം നടക്കുന്നത് അപ്പോഴാണ് എന്തായിട്ട് പറയാ, ടൈം ഓഫ് സപ്ലൈ അണ്ടർ ഫോർവേഡ് ചാർജ്. ഇനി ഇതിന്റെ കേസിൽ തന്നെ എന്തെങ്കിലും അഡ്വാൻസ് പേയ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെന്തായിട്ട് കണക്കാക്കില്ല ആ സമയത്ത്. നോ GST ഓൺ അഡ്വാൻസ് റിസീവ്ഡ് ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സ്. സപ്ലൈ ഓഫ് ഗുഡ്സ് ഉള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും ഗുഡ്സ് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് കണക്കാക്കില്ല, സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കണക്കാക്കില്ല. അഡ്വാൻസ് പേയ്മെന്റിന് സപ്ലൈ ഉള്ളതായിട്ട് കണക്കാക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് ഫോർവേഡ് ചാർജിൽ പറയുന്നത്. ഇനി അടുത്തതാണ് ടൈം ഓഫ് സപ്ലൈ അണ്ടർ റിവേഴ്സ് ചാർജ്. റിവേഴ്സ് ചാർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താന്ന് പറഞ്ഞു, ആരാണ് GST അടയ്ക്കുന്നത്, സപ്ലയർ ആണ്. അവിടെ സപ്ലയർ അല്ല, റെസിപ്റ്റന്റ് ആണ് അവിടെ എന്താ അടയ്ക്കുന്നത്, GST പേ ചെയ്യുന്നത്. ഇനി അതിൽ നമുക്ക് 4 കേസുകളാണ് നോക്കാനുള്ളത്. ടൈം ഓഫ് സപ്ലൈ അണ്ടർ റിവേഴ്സ് ചാർജ്, റെസിപ്റ്റന്റ് ആണ് GST പേ ചെയ്യുന്നത്. ഫസ്റ്റ് കേസ് പറയുന്നത് ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് ഗുഡ്സ്, ആ ഗുഡ്സ് റെസിപ്റ്റന്റിന് കിട്ടിയിട്ടുള്ള ദിവസം. അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റെക്കോർഡിംഗ് ദ പേയ്മെന്റ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് റിസിപ്റ്റ് ഓഫ് ഗുഡ്സ്. അതായത് ഡേറ്റ് ഓഫ് റെക്കോർഡിംഗ് ദ പേയ്മെന്റ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ്, അതായത് ഗുഡ്സ് കൊടുക്കുമ്പോൾ അതിന്റെ പേയ്മെന്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ ദിവസം. അല്ലെങ്കിൽ ഡേറ്റ് ഓൺ വിച്ച് ദ പേയ്മെന്റ് ഈസ് ഡെബിറ്റഡ് ഫ്രം ദി ബാങ്ക് അക്കൗണ്ട് ഓഫ് ദി റെസിപ്റ്റ് ഓഫ് ഗുഡ്സ്. അല്ലെങ്കിൽ ഇപ്പൊ പൈസ കൊടുത്ത സമയത്ത് തന്നെ ബാങ്കിൽ നിന്ന്, അത് ഈ കേസ് പറയണത്, മൂന്നാമത്തെ കേസ് പറയണത് ചെക്ക് ഓഫ് ഇഷ്യൂ ചെയ്യുന്ന കേസിലാണ്. അതായത് പൈസ കൊടുത്ത അന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോ ചെക്ക് കൊടുത്ത അന്ന് തന്നെ അവര് ബാങ്കിൽ കൊണ്ടുപോയിട്ട് അത് ഡെബിറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പൈസ പോവുള്ളൂ. അപ്പൊ അന്ന് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ചെക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അവർ എന്നാണോ ചെക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഡെബിറ്റ് ആയിട്ട് പോകുന്നത് ആ ഡേറ്റ്. അല്ലെങ്കിൽ 31st ഡേ ഫ്രം ദ സപ്ലയേഴ്സ് ഇൻവോയ്സ്, സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ട് അവിടെ നിന്ന് 31ാമത്തെ ദിവസം. 4 കേസാണ് പറയുന്നത് റിവേഴ്സ് ചാർജിൽ. ഒന്ന് ഗുഡ്സ് കിട്ടിയിട്ടുള്ള ദിവസം, റെസിപ്റ്റ് ഓഫ് ഗുഡ്സിന്റെ ആ ഡേറ്റ്, ഗുഡ്സ് റിസീപ്റ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ്. അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റെക്കോർഡിംഗ് ദ പേയ്മെന്റ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദി റെസിപ്റ്റ് ഓഫ് ഗുഡ്സ്, അതായത് ഗുഡ്സ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗുഡ്സ് കിട്ടിയിട്ട് നമ്മൾ പേയ്മെന്റ് കൊടുത്തു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ആ ഡേറ്റ്. മൂന്നാമത്തെ കേസ് പറയണത് പേയ്മെന്റ് കൊടുത്തത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എപ്പോഴാണോ ഡെബിറ്റ് ആയിട്ട് പോകുന്നത് ആ ദിവസം. അല്ലെങ്കിൽ 31st ഡേ ഫ്രം ദി സപ്ലയേഴ്സ് ഇൻവോയ്സ്, സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ട് 31ാമത്തെ ദിവസം. ഇതിലെ വിച്ച് എവർ ഈസ് ഏർലിയർ, ഇതിൽ ഏതാണോ ആദ്യം നടക്കുന്നത് ആ ദിവസമാണ് ടൈം ഓഫ് സപ്ലൈ അണ്ടർ റിവേഴ്സ് ചാർജ്. ഇനി അടുത്തത് വൗച്ചേഴ്സ് എക്സ്ചേഞ്ച് ഫോർ ഗുഡ്സ്. ഇനി വൗച്ചറുകൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 2 കേസാണ് വൗച്ചേഴ്സ് എക്സ്ചേഞ്ച് ഫോർ ഗുഡ്സ്. എന്താണ് വൗച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൂപ്പൺസ് കിട്ടുക, കൂപ്പൺസ്. അപ്പൊ ആ കൂപ്പണിൽ ഒരു എമൗണ്ട് എഴുതിയിട്ടുണ്ടാവും. ആ കൂപ്പൺ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് നടത്താം, പർച്ചേസ് നടത്താം. അങ്ങനെയുള്ള കൂപ്പൺസിനെയാണ് എന്ത് വിളിക്കുന്നത്, വൗച്ചേഴ്സ്. ആ കൂപ്പൺ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കൂപ്പണിൽ എത്രയാണോ റേറ്റ് ചെയ്തിട്ടുള്ള ആ എമൗണ്ടിന് നമുക്ക് എന്ത് കിട്ടും, ഗുഡ്സ് കിട്ടും. അപ്പൊ അതാണ് വൗച്ചേഴ്സ് എക്സ്ചേഞ്ച് ഫോർ ഗുഡ്സ്. അങ്ങനെയുള്ള കൂപ്പൺസിനെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ വൗച്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. വൗച്ചറിന്റെ കേസ് 2 കേസാണ് പറയണത്. ഒന്ന്
ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ, ഒന്നല്ലെങ്കിൽ ആ വൗച്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡേറ്റ്. ഇഫ് ദ സപ്ലൈ ഈസ് ഐഡന്റിഫയബിൾ അറ്റ് ദാറ്റ് പോയിന്റ്, അതായത് സപ്ലൈ ഐഡന്റിഫയബിൾ ആണെങ്കിൽ, അതായത് ചില ഗുഡ്സ് ആണെങ്കിൽ അത് ചില വൗച്ചേഴ്സ് ആണെങ്കിൽ അതില് ഇന്ന ഗുഡ്സ് വാങ്ങാന്നുള്ളത് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞു. അപ്പൊ ഷർട്ട് കൂപ്പൺ ആണെങ്കിൽ നമുക്ക് എന്ത് മാത്രം ആ വൗച്ചർ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഷർട്ട് മാത്രമാണ് വാങ്ങാൻ പറ്റുക. അതായത് അവിടെ ഐഡന്റിഫൈ ആയിട്ട് ആ ഗുഡ്സിന്റെ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഐഡന്റിഫയബിൾ ഗുഡ്സിന്റെ കേസിലാണെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ, എന്നാണ് ആ വൗച്ചർ ഇഷ്യൂ ചെയ്തത്, അതാണ് ടൈം ഓഫ് സപ്ലൈ. ഇനി രണ്ടാമത്തെ കേസ് പറയുന്നത് ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് വൗച്ചർ ഇൻ അതർ കേസസ്. ഇനി ഇന്ന പ്രോഡക്റ്റ് എന്ന് അവിടെ ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലേ. ഇപ്പൊ സാധാരണ വെറുതെ ഒരു ഗിഫ്റ്റ് കൂപ്പൺ, അപ്പൊ നമ്മളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റേറ്റിൽ നമുക്ക് ആ വൗച്ചറിലെ എമൗണ്ട് 1000 റുപ്പീസിന്റെ ആണെങ്കിൽ ആ 1000 റുപ്പീസിന് നമുക്ക് ആ ഷോപ്പിലുള്ള ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും വാങ്ങാം. അതായത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ, നേരത്തെ കേസിൽ പറഞ്ഞു ഷർട്ട് കൂപ്പൺ ആണെങ്കിൽ നമുക്ക് ഷർട്ട് മാത്രമാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുക. ഇവിടെ നമുക്ക് ആ കൂപ്പണിലെ അങ്ങനെ ഒരു പ്രോഡക്റ്റിന്റെ പേര് ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ, മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ, അങ്ങനെയുള്ള കേസുകളിലെ ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് വൗച്ചർ ഇൻ അതർ കേസസ്, ആ വൗച്ചർ എന്നാണോ റിഡീം ചെയ്യുന്നത്, എന്നാണോ കടയിൽ കൊണ്ടുപോയി കൊടുത്ത് നമ്മൾ സാധനം വാങ്ങുന്നത്, അതാണ് ടൈം ഓഫ് സപ്ലൈ. അപ്പോൾ രണ്ട് കേസാണ് പറയുന്നത്. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ, വൗച്ചർ ഇഷ്യൂ ചെയ്ത ഡേറ്റ് എന്നാണ്, ഇഫ് ദ സപ്ലൈ ഐഡന്റിഫയബിൾ ആണെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചറും, ഇനി ഐഡന്റിഫയബിൾ അല്ല എങ്കിൽ ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് വൗച്ചർ ആണ് ടൈം ഓഫ് സപ്ലൈ. ഇനി നാലാമത്തെ കേസാണ് റെസിജ്വൽ കേസ്. റെസിജ്വൽ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് ഓൾ ഓഫ് ദി എബവ് ഡു നോട്ട് വർക്ക് ഫോർ എ സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷനിൽ ഈ നേരത്തെ പറഞ്ഞ മൂന്ന് കേസ് നമ്മൾ ഫോർവേഡ് ചാർജ് പറഞ്ഞു, റിവേഴ്സ് ചാർജ് പറഞ്ഞു, പിന്നെ വൗച്ചർ പറഞ്ഞു. ഈ മൂന്ന് കേസും അപ്ലിക്കബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് റെസിജ്വൽ കേസ്. അവിടെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് വേറെ പീരിയോഡിക്കൽ റിട്ടേൺ ഈസ് ടു ബി ഫൈൽഡ് ഡ്യൂ ഡേറ്റ് ഓഫ് സച്ച് റിട്ടേൺ. പീരിയോഡിക്കൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ അത് ആ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആ ഡേറ്റ്. ഇനി എനി അതർ കേസസ് ദ ഡേറ്റ് ഓൺ വിച്ച് ടാക്സ് ഇസ് പെയ്ഡ്. ഈ റെസിഡ്വൽ കേസ് എപ്പോഴാണ് അപ്ലൈ ചെയ്യാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ ടാക്സ് അടയ്ക്കാണ്ട് ടാക്സ് വെട്ടിപ്പ് നടത്താം, അതല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് സാധനങ്ങൾ കണ്ടു കെട്ടാം, അങ്ങനെയുള്ള കേസിലൊക്കെയാണ് റെസിഡ്വൽ കേസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളോട് അത് കണ്ടുകെട്ടി അല്ലെങ്കിൽ ടാക്സ് നമ്മൾ അടച്ചിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യം, അവർ അത് കണ്ടുപിടിക്കുന്ന ആ സിറ്റുവേഷനിലല്ല നമ്മളോട് അപ്പൊ തന്നെ എന്ത് അടയ്ക്കാൻ പറയും, ടാക്സ് അടയ്ക്കാൻ പറയും. ഇനി അതർ കേസസ് ഡേറ്റ് ഓൺ വിച്ച് ടാക്സ് ഇസ് പെയ്ഡ്, ആ ടാക്സ് എന്നാണോ അടയ്ക്കാൻ പറയുന്നത് ആ ഡേറ്റ്. അതല്ലെങ്കിൽ ചിലപ്പോൾ പറയും നമ്മളോട് പീരിയോഡിക്കൽ റിട്ടേണിന്റെ കൂടെ ഫയൽ ചെയ്താൽ മതി. അങ്ങനെ പറയുകയാണെങ്കിൽ പീരിയോഡിക്കൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റും, അതല്ലെങ്കിൽ എന്നാണോ ആ ടാക്സ് അടയ്ക്കുന്നത് ആ ഡേറ്റും. ഇനി രണ്ടാമത്തെ കേസ് അഡീഷൻ ഇൻ വാല്യൂ ബൈ ദ വേ ഓഫ് ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാലിറ്റി ഫോർ ഡിലൈഡ് പേയ്മെന്റ് ഓഫ് കൺസിഡറേഷൻ ഫോർ ഗുഡ്സ്. അതായത് ഗുഡ്സ് അയച്ചു, നമ്മൾ അതിന്റെ പേയ്മെന്റ് കൊടുത്തിട്ടില്ല, അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഡിലേ ആക്കുക, നമ്മുടെ സർവീസിൽ എന്തെങ്കിലും ഡിലേ, നമ്മൾ ഗുഡ്സ് സെൻഡ് ചെയ്യണതിൽ എന്തെങ്കിലും ഡിലേ വരുത്തുക, പിന്നെ കൺസിഡറേഷൻ കൊടുക്കുന്നതിൽ ലേറ്റ് ആക്കുക, അങ്ങനെ എന്തെങ്കിലും പെനാലിറ്റിയോ ഇൻട്രസ്റ്റ് ഫൈനോ ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് രണ്ടാമത്തെ കേസ് അപ്ലിക്കബിൾ ആവുക. അപ്പൊ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഡേറ്റ് ഓൺ വിച്ച് ദ സപ്ലയർ റിസീവ് സച്ച് അഡീഷൻ ഇൻ വാല്യൂ, അതായത് സപ്ലയർക്ക് എന്നാണോ അഡീഷണൽ ആയിട്ടുള്ള എമൗണ്ട് കിട്ടുന്നത് ആ ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് പറയുന്നത്. അപ്പൊ റെസിജ്വൽ കേസിൽ രണ്ടെണ്ണം പറഞ്ഞു, ഒന്ന് മൂന്ന് കേസുകളും അപ്ലിക്കബിൾ അല്ലാത്ത, അതായത് ഫോർവേഡ് കേസും റിവേഴ്സ് ചാർജും വൗച്ചേഴ്സും, ഇതൊന്നും അപ്ലിക്കബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മള് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കാണ്ട് വരുമ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെയാണ് റെസിജ്വൽ കേസ് എന്ന് പറയുന്നത്. ഇത് ഒന്നല്ലെങ്കിൽ പീരിയോഡിക്കൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റും, അതല്ലാത്ത എന്നാണോ നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് ആ ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ. ഇനി എന്തെങ്കിലും നമ്മൾ ഡിലേ ഇത് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഫീസോ ഫൈനോ പെനാലിറ്റിയോ എന്തെങ്കിലും കൺസിഡറേഷൻ പേയ്മെന്റ് ഒക്കെ ഡിലേ വരുത്തി കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഫൈനൊക്കെ ഉണ്ടെങ്കിൽ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് സപ്ലയർക്ക് എന്നാണോ അഡീഷണൽ വാല്യൂ കിട്ടുന്ന അഡീഷണൽ എമൗണ്ട് റിസീവ് ചെയ്യുന്നത് അതാണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് പറയുന്നത്.